പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായി ചേക്കേറിയവരിൽ പലരും അവരുടെ നൈസർഗികമായ തീവ്ര മതചിന്തകൾ അവിടെയും ശക്തമായി തന്നെ കൊണ്ടു നടക്കുകയും അവരായിരിക്കുന്ന രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പിൻബലത്തിൽ ഭീകര സംഘടനകൾക്കായി വാദിക്കുകയും അവർക്കെതിരായി നടക്കുന്ന നീക്കങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. അതിൽ ഏറ്റവും ശക്തമായിരിക്കുന്നത് ഹമാസ് തീവ്രവാദികളെ പിന്തുണച്ചും നിലനിൽപ്പിനു വേണ്ടി ശക്തമായി പോരാടുന്ന ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന നീക്കങ്ങളായിരുന്നു. എന്നാൽ അമേരിക്കയിൽ അധികാരസ്ഥനായ ഡൊണാൾഡ് ട്രംപ് അത്തരത്തിൽ പ്രകടനം നടത്തിയ തീവ്രവാദ അനുകൂലികളെ കണ്ടെത്തി അവരുടെ പഠിപ്പും ജോലിയും അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന നടപടികൾ ശക്തമാക്കിയതോടെ പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ തങ്ങളുടെ അസ്തിത്വ ബോധത്തിൻ്റെ തിരിച്ചറിവിലേക്ക് വരികയും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ശക്തമായ പ്രകമ്പനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിലൊന്ന് പൊതുവെ മിതവാദികൾ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂ സൗത്ത് വെയിൽസ് ആശുപത്രിയിലെ ഡോക്ടറായ അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരൻ ഡോക്ടർ അഹമ്മദ് റാഷദ് നാദിറും ലെബനിൽ നിന്ന് കുടിയേറി അവിടെ തന്നെ നഴ്സായി ജോലി ചെയ്യുന്ന സാറ അബു ലവ്ഡെ എന്ന നഴ്സും ഇസ്രായേൽ യൂട്യൂബറായ മാർക്കസ് വേഫറുമായി യൂട്യൂബ് ലൈവിലൂടെ സംസാരിക്കുന്ന വീഡിയോയിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. മാർക്കസ് വേഫർ യഹൂദനാണെന്നതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ അഹമ്മദ് റാഷിദും സാറയും താങ്കൾ കൊല്ലപ്പെടുകയും നരകത്തിൽ പോകുകയും ചെയ്യുമെന്ന ഉറപ്പായിരിക്കെ താങ്കൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം തിരക്കിയ മാർക്കസിനോട് അവർ പറഞ്ഞത് ഇസ്രായേൽ പാലസ്തീൻ്റെ ഭൂമിയാണെന്നും ജൂതന്മാർ അവിടെ അനധികൃതമായി കുടിയേറി പാർത്തവരുമാണെന്നുമായിരുന്നു. അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരുള്ള ഓസ്ട്രേലിയയിൽ അവരോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണെന്ന മാർക്കസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ലോകത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. ജൂതന്മാർ തങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നാൽ അവരെ ചികിത്സിക്കില്ലെന്നും അവസരം കിട്ടിയാൽ കൊന്നുകളയാനും തങ്ങൾ മടിക്കില്ലെന്നും അങ്ങനെ പലരെയും തങ്ങൾ നരകത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അത് തങ്ങളുടെ മതത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നുമായിരുന്നു മതതീവ്രവാദത്തിൻ്റെ വിഷം മനസ്സിൽ പേറി ആതുര ശുശ്രൂഷ ചെയ്യുന്ന ഈ വ്യക്തികൾ ആവേശത്തോടെ പറഞ്ഞത്. ഈ വീഡിയോ വൈറലായതോടെ ഓസ്ട്രേലിയയിൽ ഉണ്ടായത് അനിതര സാധാരണമായ കോളിളക്കമായിരുന്നു. താൻ ആ വിവാദ വീഡിയോ കണ്ടെന്നും അത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നും കടുത്ത വംശീയതയും വർഗീയതയും ക്രിമിനൽ കുറ്റവുമാണ് അതെന്നും പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസിന് രാജ്യത്തോട് മാപ്പ് പറയേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിൻ്റെ ആരോഗ്യമന്ത്രിയായ റയാൻ മാർക്കാകട്ടെ കട്ടക്കലപ്പിൽ രംഗത്ത് വന്ന ആ വ്യക്തികൾ ഇനി ഒരിക്കലും ആശുപത്രിയിൽ ജോലി ചെയ്യില്ലെന്നും ഇത്തരം ക്രിമിനലുകളെ ഇനിയും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും തീർത്തു പറയുകയും പറഞ്ഞതുപോലെ ചെയ്യിക്കുകയും ചെയ്തു. അതിൻ്റെ പരിണിത ഫലങ്ങൾ അവിടെയും തീർന്നില്ല. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തികൾ ജോലി ചെയ്തിരുന്ന വാർഡിൽ ആ കാലഘട്ടത്തിലുണ്ടായ മരണങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നും അസ്വാഭാവികമായി എന്തെങ്കിലും അന്വേഷണത്തിൽ തെളിഞ്ഞാൽ നടപടികൾ കൂടുതൽ കർശനമാക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നടപടി കനത്തപ്പോൾ ഞങ്ങൾ തമാശ പറഞ്ഞതാണേ, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ലേ എന്നൊക്കെ മോങ്ങിക്കൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇരുമ്പിലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതുപോലെ അതെല്ലാം ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, മാന്യമായി ജോലി ചെയ്ത് ഓസ്ട്രേലിയയിൽ ജീവിച്ച മുസ്ലിം ജനവിഭാഗങ്ങൾക്കെല്ലാം പണിയായി അത് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ പല ഭാഗത്തായി 200ഓളം മോസ്കുകൾ പണിയാൻ മുമ്പ് കൊടുത്ത അനുവാദം ഓസ്ട്രേലിയൻ സർക്കാർ റദ്ദാക്കുകയും മുസ്ലിം പേരുള്ള പെൺകുട്ടികൾക്ക് ഇനി ഓസ്ട്രേലിയയിൽ അഡ്മിഷൻ കൊടുക്കില്ലെന്നും മുസ്ലിം പേരുള്ളവരും 5 നേരം നിസ്കരിക്കുന്നവരുമായുള്ള ഇതര ആശുപത്രികളിലെയും മറ്റ് സർക്കാർ സ്റ്റാഫുകളുടെ എല്ലാം വിവരം ശേഖരിക്കാനും ഹിജാബ് ധരിച്ചവരെ പ്രത്യേകം നിരീക്ഷിക്കാനുമെല്ലാം ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ 2 വ്യക്തികൾ താമസിച്ച സ്ഥലത്തുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഡീപ്പോർട്ട് ചെയ്യുവാനും തീരുമാനിച്ചു. ഇനിയും ഏതെങ്കിലും ഒരു വ്യക്തി ഓസ്ട്രേലിയയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇസ്ലാമിക തീവ്രവാദികൾക്കായി വാതുറന്നാൽ അവർക്ക് കിട്ടുന്നത് കനത്ത ശിക്ഷയായിരിക്കും. മെച്ചപ്പെട്ട ജീവിതം തേടി എത്തിയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ തണലിലിരുന്ന തീവ്രവാദികൾക്കായി കുഴലൂതുന്നവർക്ക് ഒരു പാഠമായി മാറട്ടെ. യൂറോപ്പും മറ്റ് ക്രൈസ്തവ രാഷ്ട്രങ്ങളും
വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. സ്വതന്ത്ര ചിന്തകളൊക്കെ അവർ ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരെ ഇങ്ങനെ മാറ്റിയതിൽ കുടിയേറ്റ തീവ്രവാദികൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല.